ഇത് രണ്ടും നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ അധികാരിയാണെങ്കിലും, സ്വാധീനമുള്ളവനാണെങ്കിലും ഒരാൾക്കും അത് വില കൊടുത്തു വാങ്ങാനാകുന്നതല്ല. റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നമ്മെ മാറ്റാനാവില്ല. ദുഃഖവും സങ്കടവും കൊണ്ട് മനസ്സ് ഏറെ പ്രയാസപ്പെടുമ്പോ മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നു മാറുവാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക്, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, മനുഷ്യന്റെ അധാർമിക പ്രവണതകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അവിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ഇതൊക്കെ മനുഷ്യന് ചേഞ്ച് ആവശ്യമുള്ള മേഖലകളാണ്. ആ ചേഞ്ചിനൊന്നും ലോകത്തൊരാൾ വിചാരിച്ചാലും നടക്കൂല. അത് റബ്ബിനെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ലാ ഹൗല, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുവാനോ മാറ്റുവാനോ അതിനുള്ള ഖുവ്വത്തോ ശക്തിയോ പവറോ ഇല്ലാ ബില്ലാഹ്, അല്ലാഹു തന്നാലല്ലാതെ ഇല്ല, റബ്ബിനെ കൊണ്ടല്ലാതെ ഇല്ല. ലോകത്ത് എത്ര കൊലകൊമ്പനാണെങ്കിലും അവൻ ഇത് പറഞ്ഞേ പറ്റൂ. എന്റെ റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിക്കുവാനുള്ള സുദൃഢമായ തൗഹീദിന്റെ, തവക്കുലിന്റെ, സമർപ്പണത്തിന്റെ കൃത്യവും വ്യക്തവുമായ ശബ്ദമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾക്കും നമ്മെ സഹായിക്കാനാവില്ല. നമ്മെ ആ നിലക്ക് സഹായിക്കുവാൻ ആത്യന്തികമായി റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ പറ്റില്ല. ശിർക്കിന്റെ അടിവേരറുക്കുന്ന തൗഹീദിന്റെ അത്യുജ്വലമായ ആ പ്രഖ്യാപനത്തെ വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ വിശ്വാസിയുടെ മനസ്സിൽ നിലനിർത്തി തരുന്ന ഏറ്റവും തങ്കമായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറയുന്നവന് ടെൻഷന്റെ ആവശ്യമില്ല, അത് പറയുന്നവന് നിരാശയില്ല, അത് പറയുന്നവന് ഡിപ്രഷൻ ഇല്ല, അത് പറയുന്നവന് മൂഡ് ഓഫ് ആകുന്ന ഘട്ടമില്ല. എന്താ കാരണം? അവനെല്ലാം ഏൽപ്പിക്കുന്നത് ആ റബ്ബിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അഹ്വാലുകൾ, നമ്മുടെ അവസ്ഥകളൊന്നും എപ്പോഴും ഒരേ നിലക്കല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കില്ല. അതൊക്കെ മാറാൻ, നമുക്കൊന്ന് തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യാൻ, ഒരു ഇബാദത്ത് ചെയ്യാൻ, ഏതൊരു വിഷയത്തിലും എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ സഹായമില്ലാതെ പറ്റില്ല എന്ന് നമ്മെക്കൊണ്ട് ആവർത്തിച്ച് വിവിധ ഘട്ടങ്ങളിൽ പറയിപ്പിക്കുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിൽപ്പെട്ട ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.